യൂദാസ് ഇസ്കരിയോത്തിൻ്റെ സുവിശേഷത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് സ്വാഗതം. മുൻപത്തെ വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ ഈ സുവിശേഷം 2-ാം നൂറ്റാണ്ടിൽ ജ്ഞാനവാദികൾ അല്ലെങ്കിൽ നോസ്റ്റിക്സ് എഴുതിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. യഥാർത്ഥ ദൈവം ലൗകിക കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് ജ്ഞാനവാദികൾ വിശ്വസിക്കുന്നു. യഥാർത്ഥ ദൈവം ലോകത്തെ സൃഷ്ടിക്കാനായിട്ട് ഒരു ചെറിയ ദൈവത്തെ നിയോഗിക്കുന്നു. ഈ ചെറിയ ദൈവത്തെ ജ്ഞാനവാദികൾ എൽദബോത്ത് അല്ലെങ്കിൽ നെബ്രു എന്ന് വിളിക്കുന്നു. ഇത് ജ്ഞാനവാദികളുടെ വിശ്വാസപ്രകാരമാണ്. അതുമാത്രമല്ല, ഇത് യൂദാസ് ഇസ്കരിയോത്തിൻ്റെ സുവിശേഷത്തിലും എഴുതിയിരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ജ്ഞാനവാദ വിശ്വാസപ്രകാരം യഹൂദന്മാരും മിക്ക ക്രിസ്ത്യാനികളും ആരാധിക്കുന്ന പഴയ നിയമത്തിലെ ദൈവം ആത്യന്തിക ദൈവമല്ല. എൽദബോത്ത് അല്ലെങ്കിൽ നെബ്രു ഈ ലോകത്തെയും ആദ്യത്തെ മനുഷ്യരായ ആദാമിനെയും ഹൗവയും സൃഷ്ടിച്ചു. ഈ കാര്യങ്ങൾ വിശ്വസിക്കാൻ വളരെ പ്രയാസമുള്ളതും തമാശയുമായി തോന്നിയേക്കാം. ആദ്യകാല ക്രിസ്ത്യൻ അധികാരികൾ ജ്ഞാനശാസ്ത്ര പഠിപ്പിക്കലുകൾ ഒഴിവാക്കാനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാകാം. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ജ്ഞാനവാദ ദൈവശാസ്ത്ര വ്യവസ്ഥയുടെ സങ്കീർണതയിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നറിയാം. ചുരുക്കത്തിൽ യൂദാസിൻ്റെ സുവിശേഷം പറയുന്നു, നമ്മൾ ആരാധിക്കുന്നത് യഥാർത്ഥ ദൈവത്തെക്കാൾ താഴ്ന്ന ഒരു ദൈവത്തെയാണ്. യൂദാസിൻ്റെ സുവിശേഷത്തിൽ അറിവുള്ള ഏക ശിഷ്യൻ യൂദാസ് മാത്രമാണ്. എന്നിരുന്നാലും താൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് യേശു അവനോട് പറഞ്ഞു. എന്താണ് അതിനർത്ഥം? കനോനിക്കൽ സുവിശേഷങ്ങളിൽ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുകയും അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം യൂദാസ് ചെയ്തത് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ അനിവാര്യമായ ഒരു ഭാഗമായിരുന്നു. യൂദാസിൻ്റെ സുവിശേഷം അതിൻ്റെ വായനക്കാരോട് യേശുവിൻ്റെ ആധികാരിക ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഒരു പുതിയ ഗ്രാഹ്യമുണ്ടെന്ന് അറിയിക്കുന്നു. ഈ രീതിയിൽ പത്രോസിൻ്റെ വിധിയിൽ നിന്ന് രക്ഷപ്പെടാനും രക്ഷയിലേക്കുള്ള അവരുടെ പാസ്പോർട്ട് എന്ന പ്രത്യേക ജ്ഞാനമുള്ള ആളുകളുടെ ഒരു ഇലൈറ്റ് വംശത്തിൽ അംഗമാകുവാനുമുള്ള അവസരം വായനക്കാർക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഉപസംഹാരമായി വ്യത്യസ്ത വിശ്വാസങ്ങളും ബദൽ വിവരണങ്ങളും ധാരാളമുള്ള ആദ്യകാല ക്രിസ്ത്യൻ ചിന്തയുടെ ആഴങ്ങളിലേക്ക് കടക്കാൻ യൂദാസിൻ്റെ സുവിശേഷം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇത് അറിവിന് വേണ്ടി മാത്രമുള്ളതാണ്. ശരിയായ അറിവിലൂടെ ദൈവം നമ്മെ അവനിലേക്ക് നയിക്കട്ടെ. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ സുവിശേഷത്തിൽ പരാമർശിക്കുന്നുണ്ട്. സംഗതിയുടെ സങ്കീർണത കാരണം അത് ഇവിടെ പറയുന്നില്ല. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് താങ്ക് യു വെരി മച്ച്.